പരീക്ഷ എഴുതാൻ പോകുന്നതൊരു സഞ്ചാരമാണല്ലേ. PSC എഴുതാൻ പോകുന്നൊരു സഞ്ചാരമാണ്. കെട്ടൊക്കെ എഴുതാൻ പോകുന്ന സഞ്ചാരമാണ്. എല്ലാം സഞ്ചാരമല്ലേ. സഞ്ചാരമില്ലാത്ത എന്തുണ്ട്? സഞ്ചരിക്കാതെ നിലയിൽ നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ സഞ്ചാരമെല്ലാം സമർപ്പിക്കണം. നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, ഇപ്പം നഷ്ടപ്പെട്ട പോയ പണമായിരിക്കാം, ചിലപ്പോൾ ബാങ്കിലേക്കുള്ള യാത്രയായിരിക്കാം, ചിലപ്പോൾ ദേവാലയത്തിലേക്കുള്ള യാത്രയാണ്. ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നത് ദേവാലയത്തിലേക്കുള്ള യാത്രയ്ക്കാണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്, അല്ലേ? ദേവാലയത്തിലേക്കുള്ള യാത്ര ആൾക്കാർ ഓൺലൈൻ കുർബാന കൂടി ഓൺലൈൻ കുർബാന കൂടി ഇപ്പോഴേ ചിലർ മടിയന്മാരായിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ വീട്ടൊക്കെ ഞാൻ ഒരു വീട് സന്ദർശിച്ചപ്പോൾ അവർ കുർബാന ഞായറാഴ്ച സന്ദർശിച്ചപ്പോൾ അവർ കുർബാനയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഉള്ള ഈ കോവിഡ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല, ഇനി പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഉപ്പ് കെട്ടുപോയി. ഉപ്പിൻ്റെ ഉറ, ഭക്തിയുടെ ഉപ്പ്, കർത്താവ് പറഞ്ഞില്ലേ ഉപ്പിൻ്റെ ഉറ കെട്ടുപോകുന്നു പറഞ്ഞില്ലേ. ദൈവത്തോടുള്ള സ്നേഹം ഒരു ഉപ്പാണ്, ദൈവത്തോടുള്ള ഭക്തി ഒരു ഉപ്പാണ്, ദൈവത്തോടുള്ള വിശ്വാസം ഒരു ഉപ്പാണ്. അതിൻ്റെ ഉറ അത് ചെയ്യാതെ ഇരുന്ന് കെട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും ധരിക്കരുത്. കാര്യം കുർബാനയെക്കുറിച്ച് ഞാൻ അച്ഛന് പറയാനുള്ളത്, കുർബാനയുടെ ദിവസങ്ങളല്ലേ, കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച മഹാദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇനി ഒരിക്കലും നിങ്ങൾ തീരുമാനം എടുക്കണം, നീ ഇനി ഒരിക്കലും ഓൺലൈനിൽ കുർബാന കൂടത്തില്ലെന്ന്, TV-യിൽ കുർബാന കൂടത്തില്ലെന്ന്, മൊബൈലിൽ കുർബാന കൂടത്തില്ലെന്ന്. കാര്യം കുർബാന എന്ന് പറയണത് എന്താണ്? ഉടമ്പടിയാണ്. അത് ഉടമ്പടിയാണ്. ഉടമ്പടി എന്താ നമ്മൾ ചെയ്യണത്? എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, അല്ലേ? അല്ലേ? ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഓർമ്മയ്ക്കായി കാണാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അത് പാപമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമ്മൾ ഒരു പടമാണെങ്കിൽ സിനിമ നമ്മൾ എന്താ ചെയ്യണത്? കാണുകയാണ്. കാര്യം എന്താ? സിനിമ പടമാണ്, പിക്ചറാണ്. കുർബാന പിക്ചറല്ല, പടമല്ല. ഇതെൻ്റെ ഓർമ്മയ്ക്കായി കാണാനാണ് ഈശോ പറഞ്ഞത്? അല്ല, ഓർമ്മയ്ക്കായി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് 10 കിലോമീറ്ററും 34 കിലോമീറ്ററും ഒക്കെ സഞ്ചരിച്ച് ആൾക്കാർ കുർബാന കൂടാൻ പോകുന്നത്. തെക്കേ ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ മിഷണറീസ് വന്ന് പറയും, അച്ഛന്മാർ വന്ന് പറയുമ്പോഴേ, അച്ഛാ 19 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അവരെൻ്റെ കുർബാനയ്ക്ക് വന്നതെന്ന്. ഇവിടെ മുട്ടിന് ഞാൻ പോയ വീടിൻ്റെ അടുത്താണ് പള്ളി, പക്ഷേ അവർ ഇതുവരെയും കുർബാനയ്ക്ക് പോയില്ല. കാര്യം അതിൻ്റെ ഉപ്പ് കെട്ടുപോയി, അവിടെ ഉറ കെട്ടുപോയി. ഇതെന്താണെന്ന് വെച്ചാൽ കോവിഡ് വരുത്തിയിട്ടുള്ള ദുരന്തം എന്ന് പറയണത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസം. കാര്യം വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് പറയണത്, വിശ്വാസം പരിശീലിച്ചാൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. വിശ്വാസത്തിനൊരു പ്രശ്നം അതാണ്. അത് ഭാഷ അങ്ങനെയാണല്ലോ. ഇപ്പം നിങ്ങൾ പണ്ട് ബോംബെ താമസിച്ചവരാണ്, ഞാൻ അന്ന് പച്ചവെള്ളം പോലെ ഹിന്ദി പറഞ്ഞിരുന്നതാണെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ ബബ്ബ ജബ എന്ന് പറയും. ഒന്നറിയത്തില്ല. അത് സംഭവമാണ്. ഞാനും ഗ്രീക്ക് പഠിച്ച ഒരു കൊല്ലം, ലാറ്റിൻ പഠിച്ചതാണ് ഒരു കൊല്ലം. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം മാത്രം അറിയാം. എന്താ കാര്യം? അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അതേ മാത്രമേ അറിയാൻ പാടുള്ളൂ. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിശ്വാസം ഇങ്ങനെയാണ്. നമുക്ക് വിശ്വാസം ഉപയോഗിക്കുന്ന അനുസരിച്ച് മാത്രമേ അത് പ്രാർത്ഥനയായാലും അതിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളത് അത് മറന്നു പോകും. വിശ്വാസം മറന്നുപോയാൽ ദൈവത്തെ മറന്നു എന്നതിൻ്റെ അർത്ഥം. വിശ്വാസമായിട്ട് ആർക്കും മറക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മറന്നു പോയെന്നതിൻ്റെ അർത്ഥം. കുർബാനയ്ക്ക് പോകാൻ പറ്റണില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പഴയതുപോലെ ചെയ്യാൻ പറ്റണില്ല. ദാറ്റ് മീൻസ് കുടുംബ പ്രാർത്ഥന മറന്നു എന്നും പറഞ്ഞ് സംഭവമില്ല. ദൈവത്തെ മറന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ മറന്നുപോയി, അത് വലിയൊരു അപരാധമാണ്. കാര്യം സ്വന്തം അപ്പനും അമ്മയും മറന്നാലും ദൈവത്തെ മറക്കാൻ പറ്റത്തില്ലല്ലോ. കാര്യം അപ്പനും അമ്മയും 70 വയസ്സാകുമ്പോൾ മരിക്കത്തില്ലേ, അല്ലെങ്കിൽ 80 വയസ്സാകുമ്പോൾ മരിക്കത്തില്ലേ? നിനക്ക് വേണ്ടി ഒരിക്കലും മരിക്കാത്തവൻ, അഥവാ നിന്നെ നിത്യമായി ജീവിപ്പിക്കാൻ വേണ്ടിയല്ലേ അവൻ ക്രൂശ് മരണം പോലും ഏറ്റെടുത്തിരിക്കണത്. അപ്പം എങ്ങനെയാണ് അവനെ നീ മറക്കണത്? പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, അറിഞ്ഞോ അറിയാതെയോ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഞാൻ അങ്ങേയും മറന്നു പോയിട്ടുണ്ട്. എന്നെ അപ്പനേക്കാളും അമ്മയെക്കാളും മറക്കാതെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ, നിന്നെ മറന്നു പോയതിലെ ഞാൻ ഖേദിക്കുന്നു. കർത്താവേ,
എൻ്റെ സൂക്ഷിച്ചു പോയ വിശ്വാസത്തെ, എരിവ് പോയ പ്രാർത്ഥനകളെ കർത്താവേ നീ തിരികെ തരണമേ. ഇപ്പോൾ തിരികെ തരണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാർത്ഥനാ ചൈതന്യത്താൽ, ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, പീഡാനുഭവത്തിന്റെ വലിയ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അവസാന അത്താഴ ബലിയിലെ എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഒരു വാക്കാണ് കർത്താവിൻ്റെ. എല്ലാവരെയും ഊട്ടിക്കൊണ്ട് ഈശോ പറയും, എല്ലാവർക്കും എല്ലാം വിളമ്പിക്കൊടുക്കും. എന്നിട്ട് പത്രോസ് കർത്താവിനോട് ചോദിക്കും, കഴിക്കണില്ലേ കഴിക്കണില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഈശോ പറയും, കഴിക്കാം. എപ്പോഴാ? നാളെ ഈ സമയമാകുമ്പോൾ ഞാൻ പിതാവിൻ്റെ മേശയുടെ അടുത്തുണ്ടാകും, പിതാവിൻ്റെ കൂടെ. അപ്പോൾ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ പാനം ചെയ്യത്തില്ല, അപ്പോൾ നവമായി ഞാൻ പാനം ചെയ്ത് കൊള്ളാം. എന്തോ ഒരു ബോധത്തോട്, ഉയർപ്പിൻ്റെ എന്തോ ഒരു ബോധത്തോടു കൂടിയാണ് അന്ത്യത്താഴത്തിലെ കുർബാന സ്ഥാപിക്കുന്നത്. കുർബാന ശരിക്കും ഉയർപ്പിൻ്റെ ഒരു ബലിയാണ്, ഉയർപ്പിന് വേണ്ടിയൊരു ബലിയാണ്. അന്ന് ശരിക്കും സാപത്ത് ദിവസമാണ്, ഈശോ പട്ടിണിയാണ്, എല്ലാവരും പട്ടിണിയാണ്, ഉച്ചഭക്ഷണം ഇല്ലാതിരിക്കുകയാണ്. പക്ഷെ വൈകുന്നേരം ഭക്ഷണം തയ്യാറായി ഇവിടെ എല്ലാവരുടെയും കാലെല്ലാം കഴുകി കർത്താവ് അവർക്കെല്ലാം ഭാഗിച്ച് വീതിച്ച് കൊടുത്തിട്ട് പറയും, അവസാനം പറയും, യൂദാസ് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴാണ് ഈശോ കുർബാന സ്ഥാപിക്കുന്നത്. അതിന് കാരണങ്ങൾ ഈശോ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന്. അത് നമുക്കിവിടെ ധ്യാന വിഷയമാക്കാൻ കുറേ സമയമെടുക്കും. അവൻ പോയി കഴിയുമ്പോഴാണ് ഈശോ കുർബാന സ്ഥാപിക്കുന്നത്. കുർബാനയ്ക്ക് എപ്പോഴും അശുദ്ധമായ ഹൃദയത്തോടെ, അധരത്തോടെ നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കുർബാന സ്ഥാപനത്തിൻ്റെ വചനങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. സാത്താൻ പോയി കഴിയുമ്പോൾ, അശുദ്ധനായവൻ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ സാത്താൻ്റെ പിണികളായി അവൻ്റെ പ്രേരണകൾക്ക് എതിരെ ഒപ്പം പ്രവർത്തിക്കുന്ന ആ ഒരു മാനസിക അവസ്ഥ ഉള്ളവരെ ആ കുർബാന ടേബിളിൽ നിന്നും പോയി കഴിയുമ്പോഴാണ് കർത്താവ് പറയണത്, ഇപ്പോഴും മനുഷ്യപുത്രൻ മഹത്വപ്പെടും, പിതാവായ ദൈവവും മഹത്വപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് കർത്താവ് അപ്പോൾ വീഞ്ഞു വാഴ്ത്തി ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക്, എൻ്റെ രക്തമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വാങ്ങി ഭക്ഷിക്കാൻ പറയണത്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ നമ്മൾ ചെല്ലണമെന്ന് പറയണത്. കാരണം കുർബാന അർപ്പിക്കാൻ ദേവാലയത്തിന് പുറത്ത് അർപ്പിക്കാൻ ശരിക്കും പറഞ്ഞാൽ സഭ അനുവാദം കൊടുക്കരുത്. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. എന്താ കാര്യത്തിൽ പ്രായമുള്ളവരില്ലേ, എന്നുവെച്ചാൽ 90 വയസ്സൊക്കെ ഉള്ള ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യണതേ. അവർ ജീവിതകാലം മുഴുവൻ കുർബാനയുടെ കൂടെ ജീവിച്ച ആൾക്കാരായിരിക്കും. എൻ്റെ പള്ളിയിലൊക്കെ അങ്ങനെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഒറ്റ കുർബാന പോലും മുടക്കാതെ വന്ന് ക്രാസിയെ പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. ഇപ്പോൾ ആൾക്കാരുടെ ക്രാസിയെ പിടിച്ചെടുത്ത് തൂങ്ങിക്കിട്ട് നിൽക്കും, എന്ന് ആൾക്കാരിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. ഈ ആൾക്കാരൊക്കെ കുറച്ച് കഴിയുമ്പോൾ തളർന്ന് വീട്ടിൽ കിടപ്പായി പോകും. അവർക്ക് വേണ്ടിയാണ് ഈ ടി വിയിലൊക്കെ കുർബാന വെച്ചിരിക്കുന്നത്, ആരോഗ്യമുള്ള നമുക്ക് വേണ്ടിയല്ല. അപ്പം അത് മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അതായത് കുർബാന എന്ന ഇൻറ്റിമസിയാണ്, കർത്താവുമായിട്ട് നമ്മൾ ചങ്കായി തീരുകയാണ്. ഉടമ്പടിയുടെ ഉദ്ദേശം അതാണല്ലോ. നമ്മുടെ മരിയൻ ഉടമ്പടിയുടെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ അത് ഉടമ്പടി കൃത്യമായിട്ട് നിറവേറ്റി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ചങ്കായി മാറും, ഇൻറ്റിമസിയായി മാറും. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നതിന് ഒരു കാരണം അതാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വസ്തയോടെ ഉടമ്പടി പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അവർ ഉടമ്പടിയോട് കാണിക്കുന്ന അന്ത്യകാലം വരെയുള്ള വിശ്വസ്തതയാണ്. ഇപ്പം നമ്മൾ
കുരിശിൻ്റെ വഴിയിൽ പാടത്തില്ലേ, കവിഞ്ഞൊഴുകുന്ന എത്ര 6 സ്വരത്തിൽ പറ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന അമ്മയും മകനും. അതാണ് സംഭവം. അമ്മയും മകനും സംസാരിക്കുന്നില്ല. അതിപ്പോൾ തുടങ്ങിയല്ല. മറിയത്തിൻ്റെ മൗനമെന്ന് പറയണത് എത്രയോ ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയാണത്. നമ്മളൊരു ഇപ്പം ആബേലച്ചനത് എഴുതിയപ്പോൾ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സെൻസേഷന് വേണ്ടി എഴുതിയതാണ്. പക്ഷേ അതല്ല വിഷയം. ഈ അമ്മ അങ്ങനെ സംസാരിക്കാറില്ല. അവരിപ്പോഴല്ലല്ലോ സംസാരിക്കാതായത്. അവർ മംഗളവാർത്ത നിമിഷം പോലെ അധികം സംസാരിക്കാറില്ല. മംഗളവാർത്ത, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിനതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി ചെയ്ത്. അമ്മ എന്താ ഉടമ്പടി ചെയ്തത്? ഇതാ കർത്താവിൻ്റെ ദാസി പറഞ്ഞേ, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് ഉടമ്പടി അമ്മ ചെയ്തത്. അവിടുന്നാണ് ഈ മൗനം വരണത്. കർത്താവിൻ്റെ ഇടപെടലിന് അവസാനം വരെ അമ്മ ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറഞ്ഞോ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ പോയി നിന്നില്ല. ഭയങ്കര തർക്കവും ബഹളമൊക്കെ ഉണ്ടാവും. ആൾ പ്രഗ്നൻ്റ് ആയില്ലേ. അപ്പം ഇനി വീട്ടിൽ എത്രയോ നാട്ടുകാരുടെ എത്രയോ ചോദ്യങ്ങളുണ്ടാവും. അപ്പോഴേ അങ്ങനെ ചോദ്യങ്ങളൊക്കെ അതിനൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു മനുഷ്യൻ ഉണ്ടാക്കുന്ന ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് മനുഷ്യന്മാരോട് ഉത്തരം പറഞ്ഞ് അങ്ങനെ ജയിച്ചും തോറ്റും നീതീകരിച്ചും അങ്ങനെ ഒരു മരിയൻ ലൈഫില്ല. അതുകൊണ്ട് അമ്മ അവിടുന്ന് അപ്പം തന്നെ സ്കൂട്ടായി. എങ്ങോട്ട് പോയി? എലിസബത്തിൻ്റെ വീട്ടിൽ പോയി. എന്തിനാണ്? പ്രാർത്ഥിക്കാൻ പോയതാണ്. എലിസബത്തുമായിട്ട് അമ്മ എലിസബത്ത് അടയാളമായിട്ട് കാണിച്ചായിരുന്നു. മരി, ഇനി നിനക്ക് റെഫർ ചെയ്യാനുള്ളൊരു റെഫറിങ് പോയിൻ്റ് എലിസബത്താണ്. അവർ പ്രായം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, പക്ഷേ ഇപ്പോൾ പ്രഗ്നൻ്റാണ്. നിനക്ക് പോയി അവരെ കാണാമെന്ന് പറഞ്ഞു. അമ്മ അവരെടുത്ത് പോയപ്പോൾ എന്താ സംഭവിച്ചത്? അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവായി. അവിടെ വെച്ച് തന്നെ മറിയം മൗനമായി. ഒറ്റക്കാണ് അവർ പോയിരിക്കുന്നത്. മറിയം അവിടെ വെച്ച് മൗനമായി. ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധി നമ്മൾ ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആദ്യം വേണ്ട ശരീരഭാഷ മൗനമാണ് ശരിക്കും. അല്ലാതെ കലാപ്പിലായെന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പോയി തലവെച്ച് കൊടുത്തിട്ട് തല അവിടെ കുരുങ്ങി അവർ തലയിൽ ഞൊട്ടിക്കൊണ്ട് പോയി. ഇങ്ങനെ അലപരാധിയായിട്ട് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അത്യാവശ്യം സംസാരിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു പോരായ്മ വരുമ്പോൾ, ഇപ്പോൾ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പറയുന്നത് അമ്മയും മകനും സംസാരിക്കുന്നില്ല. ഇതെപ്പോൾ തുടങ്ങിയാണ് ഈ സംസാരമില്ലാത്തവ? പണ്ട് എവിടെയെല്ലാം അവർക്ക് കുരിശവർ കാണുന്നോ അവിടെയെല്ലാം അവർ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും. അവിടെ മൗനത്തിൻ്റെ ആന്തരികത എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്നാണ്. അവരെന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ഉടമ്പടി ഫോളോ ചെയ്യേണ്ടത് മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അതാണ് ഇടിച്ചു കുത്തി പോണതിൻ്റെ കാര്യം. ഇതാണ് ഉടമ്പടി ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, ഇത് യുദാസുവിൻ്റെ പെട്ടിക്കൊണ്ടുവന്ന് അപേക്ഷ ഇടിച്ചിറക്കണ പോലുള്ള പരിപാടിയല്ല. മറിച്ച് ഇതിന് ഒരു സാക്ഷിയുണ്ട്. നിൻ്റെ ഉടമ്പടിക്ക് ഒരു മധ്യസ്ഥയുണ്ട്. അത് യേശുവിൻ്റെ അമ്മയായ മറിയം തന്നെയാണ്. അവരുടെ നിലപാടുണ്ട്, അവരുടെ സമീപനമുണ്ട്, അവരുടെ ഒരു എല്ലാ വിഷയത്തോടുമുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതാണ് ഉടമ്പടിയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. അതാണ് മരിയ സ്പിരിച്വാലിറ്റി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടിയെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും ആദ്യ ഉടമ്പടി ദൈവത്തോട് ചെയ്ത യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉടമ്പടി പെരുമാറ്റങ്ങള്, ഉടമ്പടി സ്വഭാവങ്ങള് ഞങ്ങളുടെ ഹൃദയത്തില് അനുവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങ് ഞങ്ങളെ ആത്മബന്ധത്തിലെ അഭിഷേകം ചെയ്യണമേ. ഇപ്പം നമ്മൾ അതായത് അമ്മയും മകനും സംസാരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ആന്തരികതമായ മരിയ സ്പിരിച്വാലിറ്റി ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും ഒരു സുവിശേഷവിഹിതമായ ഒരു നിലപാടാണ്. അത് കീപ്പ് ചെയ്തുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ടാണ് വീട്ടുകാര്യങ്ങളൊക്കെ വിട്ടും വെച്ചിട്ട് മറിയം ഉടനെ എലിസബത്തിനെ കാണാൻ പോയത്. അവിടെ സംഭവിച്ചത് എന്താണ്?
അങ്ങനെ ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മറിയം സഞ്ചരിക്കുമ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം പോലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി മാത്രം അമ്മയെ ആത്മാവിലങ്ങ് ദൈവം ഉയർത്തണത് കാണാം. ഇത് ഉടമ്പടി സംഭവിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളെയും ദൈവത്തിൽ മാത്രം ഞങ്ങളെ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ സാക്ഷിയായി ഞങ്ങളെ ഉയർത്താൻ വേണ്ടി ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. അതായത് നമ്മൾ മരിയ സ്പിരിച്വാലിറ്റി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അത് മരിയൻ ആധ്യാത്മികതയാണ്. മരിയൻ നിലപാടുകൾ, മരിയൻ സമീപനങ്ങൾ, അതുപോലെയുള്ള മരിയൻ കാഴ്ചപ്പാടുകളൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മരിയൻ അമ്മ എങ്ങനെയാണ് കുരിശിനെ കാണുന്നത്? അമ്മ എങ്ങനെയാണ് കുരിശിനെ കാണുന്നത്? നമ്മുടെ വീടുകളിൽ അതായത് എപ്പോഴും കുരിശ് കാണുമ്പോഴേ അമ്മ ഹൃദയത്തെ സംഗ്രഹിക്കും. ദിസ് ഈസ് അവർ ലേഡി. ഞാൻ ചില സമയത്ത് ഞാൻ പണ്ട് ഒരു വിവാദ ലേഖനം എഴുതിയായിരുന്നു. എൻ്റെ ആത്മകഥയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ എന്താണ് ബ്ലോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. കഥയല്ല, അതായത് നിത്യസ മാതാവിൻ്റെ ഒരു പിക്ചറാണ്. ഈ പിക്ചറിനെക്കുറിച്ച് എനിക്ക് എപ്പോഴും ഒരു വല്ലാത്ത ഇത് ശരിയല്ല ഈ പിക്ചറെന്ന് എൻ്റെ മനസ്സ് എപ്പോഴും പറയുമായിരുന്നു. ഈ അമ്മയുടെ ജീവിതം കൂടുതൽ സംസ്കരിക്കാൻ നോക്കുമ്പോഴേ എപ്പോഴും നിത്യസ മാതാവിൻ്റെ നൊവേന പുസ്തകമില്ലേ, അതിൽ എന്താ സംഭവിക്കണം എന്ന് നോക്കിയാൽ നിങ്ങൾ, അതൊരു ബൈസൻ്റെയും പിക്ചറാണ്. ഈ ബൈസൻ്റെയും പിക്ചർ അതിൻ്റെ അകത്ത് 2 ഡയമെൻഷനേ ഉള്ളൂ, 3 ഡയമെൻഷൻ ഇല്ല. 3 ഡയമെൻഷൻ എന്ന് വെച്ചാൽ അത് ഘനമില്ല, പടം ഇത് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എല്ലാം ഇന്ത്യൻ ആർട്ടെല്ലാം ഇത് 2 ഡയമെൻഷനേ ഉള്ളൂ. അതുകൊണ്ട് അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈ അമ്മയുടെ കയ്യിൽ, നിത്യസമാധാൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിനെ കണ്ടിട്ടില്ലേ? എന്നിട്ട് 2 മാലാഖമാരെ കണ്ടിട്ടില്ലേ? അപ്പുറത്തും ഇപ്പുറത്തും കുരിശ് കാണിക്കണത്, കുരിശും പിടിച്ചുകൊണ്ട് 2 മാലാഖമാർ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നില്ലേ? അപ്പോൾ ഉണ്ണിയുടെ കാലിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്താ കാര്യം? അതായത് ഉണ്ണി അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയെ ഈ മാലാഖ ഇങ്ങനെ കുരിശ് കാണിച്ച് പേടിപ്പിക്കും. കുരിശ് കാണിക്കും, നമ്മളെ പേടിപ്പിക്കണമെന്ന് പറയുകയുള്ളൂ. കുരിശ് കാണിക്കുമ്പോൾ ഈ കുരിശ് കണ്ട് ഞെട്ടിയിട്ട് ഉണ്ണിയുടെ കാലിലൊക്കെ ചെരുപ്പ് പൊട്ടിപ്പോവും. നിങ്ങൾ നിത്യസേവാൻ്റെ പടം കണ്ടാൽ മനസ്സിലാകും. ചെരുപ്പ് പൊട്ടിയിരിക്കുകയും ചെരുപ്പ് പൊട്ടി താഴേക്ക് വീണ് ഇല്ലേ? ഈ പിക്ചറിൻ്റെ അകത്ത് ഇത് ബൈസൻ്റെ എന്ന് പറയുന്നത്, ഇത് ശരിക്കും നമ്മുടെ കാത്തലിക് തിയോളജിക്ക് അത്ര യോജിക്കുന്ന പിക്ചറല്ല ഇത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അമ്മയുടെ അരയിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ജപ്തി നടപടി വന്നിട്ട് നമ്മുടെ ചെരുപ്പ് പൊട്ടണില്ല ഇല്ലേ? അമ്മയുടെ അരയിലാണ് ഞാൻ ഇരിക്കണം എന്നുള്ള ബോധമുണ്ട് നമുക്ക്. അപ്പോൾ ആ പിക്ചർ ഈ അനുഭവ ആധ്യാത്മികതയുമായിട്ട് സമാന്തരമായിട്ട് പോകുന്നതാണ്, കൂട്ടിമുട്ടണില്ല അവിടെ. അപ്പം ഞാനിതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ഒരു വലിയ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മുടെ സബ്ജക്റ്റ് അല്ല. എന്നാലും ഞാൻ പറഞ്ഞത്, കുരിശ് കാണിച്ചപ്പോൾ ഉണ്ണി പേടിച്ച് ചെരുപ്പ് പൊട്ടിപ്പോയ ഒരു പടമാണ് നമ്മൾ ഡിവോഷനായിട്ട് കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഈ കുരിശ് ആദ്യം കണ്ടത് ആരാണ്? അമ്മയാണ് ഈ കുരിശ് കണ്ടത്. അമ്മയല്ലേ ഈ കുരിശ് ആദ്യം കണ്ടത്, യേശു അല്ലല്ലോ. അമ്മയാണ് ഈ കുരിശ് കണ്ടത് ആദ്യം. അമ്മയോടല്ലേ എനിക്കും നിനക്കും എന്താണ്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും പിതാവിൻ്റെ മനസ്സിലെ സമയം കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയമാണെന്ന്. അപ്പോഴും കുരിശ് കണ്ടു. പിന്നെ അമ്മ കുരിശ് കാണുന്നത് എപ്പോഴാണ്? അത് വേണ്ടല്ലോ. ഇപ്പം അമ്മയും മകനും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇവിടുത്തെ ടോപ്പിക്ക്. അമ്മ സംസാരിക്കാതിരുന്നത് എന്നാണ്? യേശുവിനെ പെറ്റ രാത്രി തന്നെ. യേശുവിനെ പെറ്റ സാഹചര്യം നിങ്ങൾക്കറിയാം. ഒരു കുരിശുമരണത്തിൻ്റെ എല്ലാവിധ പ്രയാസവും ഒരു സ്ത്രീ അനുഭവിച്ച രാത്രിയാണ്. നിറവേറും കൊണ്ട് ചുവന്ന്
തെണ്ടികളെപ്പോലെ, കാക്കാസിന് വരുമാനമില്ലാത്ത ആൾക്കാരെ പോലെ, ഒരു വിലയുമില്ലാത്ത നിലയുമില്ലാത്ത ആൾക്കാരെ പോലെ ഓരോ വീടും തെണ്ടി നടന്നില്ലേ? അപ്പോൾ ഈ ഇപ്പം പ്രസവിക്കാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ദൈന്യത പോലും കാണാൻ ഉള്ള കണ്ണില്ലാത്ത മനുഷ്യരുടെ വഴികളിൽ കൂടി നടന്നത്, അപമാനിതയായി നടന്നത് ആരാണ് നടന്നത്? അമ്മയാണ് നടന്നത്. അന്ന് അമ്മ സംസാരിച്ചില്ല. അമ്മയും മകനും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുരിശ് കാണുമ്പോൾ അമ്മ എന്ത് ചെയ്തെന്ന് നോക്കിയാൽ മതി. ആ രാത്രി പ്രാകൃതരായ മനുഷ്യർ രാത്രി 2 മണിക്ക് വരുമ്പോഴേ അവരെ കണ്ട് അമ്മ പേടിച്ചില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ, ഇടയന്മാർ പോയി കഴിഞ്ഞപ്പോൾ എത്രയോ നല്ല മനുഷ്യർ വീട്ടിൽ പ്രസവിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ല മനുഷ്യർ ഈ പെറ്റതറിയാൻ വേണ്ടി വന്നേനാവെന്ന് അമ്മ ഓർത്തില്ല. മറിച്ച് ദൈവത്തെക്കുറിച്ചാണ് ഓർത്തത്. എന്താണ്? ഹൃദയത്തെ സംഗ്രഹിച്ചു. അതാണ് മറിയത്തിൻ്റെ മൗനം എന്ന് പറയുന്നത്. അമ്മയും മകനും സംസാരിക്കാതിരുന്നത് കുരിശിൻ്റെ വഴി മാത്രമല്ല, അമ്മയുടെ ജീവിതത്തിലെല്ലാം കുരിശ് കാണുന്ന കാലത്തൊന്നും അമ്മ സംസാരിച്ചിട്ടില്ല മനുഷ്യന്മാരോട്, പക്ഷെ ദൈവത്തോട് സംസാരിച്ചു. അതാണ് മരിയൻ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഉടമ്പടി ഫോളോ ചെയ്യുന്നത് അതാണ്. നീ ഉടമ്പടി ഇരിക്കുമ്പോൾ തന്നെ, ഞാൻ ഈ ദിവസങ്ങൾ ഇട്ടിരിക്കുന്നതിന് ഇപ്പോഴ് 1,40,000 പേര് ഓൾറെഡി അത് ആ ധ്യാനം കൂടിക്കഴിഞ്ഞ്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ധ്യാനമാണ്. ഇപ്പോഴും 1,40,000 പേര് കൂടി. ആദ്യമായിട്ടാണ് ഒരു ആഴ്ചയിൽ 1,40,000 പേര് ഒരു ധ്യാനം കൂടുന്നത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ ക്രൈസിസ് വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ധ്യാനത്തിൽ. അതിൽ 3 പേരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ ക്രൈസിസ് വന്നാൽ എന്ത് ചെയ്യും? അത് ദൈവം വരുത്താതെ ഒരിക്കലും ക്രൈസിസ് വരത്തില്ല. അവിടെ എന്താണ് അങ്ങനെ ക്രൈസിസ്? ഉടമ്പടി ഇരിക്കുമ്പോൾ ക്രൈസിസ് വന്ന ആളാണ് മറിയം. മറിയം എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോഴേ ലൂക്കാ 1:38 എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് ഈ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അടുത്ത വചനം എന്താണ്? അങ്ങയുടെ വചനം പോലെ എന്നിൽ. അതാണ് ഉടമ്പടി എന്ന് പറയണത്. ദൈവത്തോട് ചെയ്ത ഉടമ്പടി അതാണ്. അങ്ങയുടെ വചനം, അങ്ങയുടെ മനസ്സ് എന്താണ് അത് നിറവേറട്ടെ. അതുകൊണ്ട് ഇടയന്മാർ വരുമ്പോഴും അമ്മ പറയും, പകർന്നതായ മനുഷ്യർ വരുമ്പോഴും പറയും, ഞാൻ ഇങ്ങനെ പ്രസവിക്കേണ്ട ആളല്ല, ഇങ്ങനെയുള്ള ആൾക്കാരല്ല എന്നെ വന്ന് കാണേണ്ടത്. പക്ഷേ അപ്പായുടെ മനസ്സ് ഇതാണ്. അതുകൊണ്ട് അപ്പായുടെ മനസ്സ് നിറവേറട്ടെ. മറിയം മൗനമായിരിക്കും. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.